കൊടക്കാടുള്ള സുലേഖ ബീവിയുടെ അടുത്തേക്കാണ് ഞങ്ങൾ പിന്നീട് പോയത്. ഇല്ലാത്ത ദിവ്യശക്തി അവകാശപ്പെട്ട് ദശകങ്ങളായി സുലേഖ ബീവി വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നു. ആദ്യം ചെറിയ തോതിൽ തുടങ്ങിയതാണെങ്കിലും വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഇവർ കൊടക്കാട് ബീവി എന്നറിയപ്പെട്ടു തുടങ്ങി. ഇപ്പോൾ ഈ സ്ഥലം തന്നെ ബീവിപ്പടി എന്നാണ് അറിയപ്പെടുന്നത്. പുരുഷന്മാർക്ക് ബീവിയെ കാണാൻ കഴിയില്ല. പുരുഷന്മാരാണ് സന്ദർശകരെങ്കിൽ അടുത്ത മുറിയിലെ ചെറിയ വിടവിനടുത്തു നിന്ന് കാര്യങ്ങൾ പറയണം. ബീവി മറഞ്ഞിരിക്കുന്ന മുറി കണ്ടാൽ ആശുപത്രി മുറി പോലെ തോന്നിക്കും. ബീവി നിർദ്ദേശിക്കുന്ന പരിഹാരമാർഗങ്ങൾ സഹായികൾ കുറിച്ചെടുത്തു തരും. സ്ത്രീകൾക്ക് ബീവിയോട് നേരിട്ടു കാര്യങ്ങൾ പറയാം. ഞങ്ങൾ ചെല്ലുമ്പോൾ ബീവിയുടെ വീട്ടിൽ സന്ദർശകർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് പ്രവേശനമെങ്കിലും ദൂരെ നിന്ന് വന്നവരാണെന്ന് പറഞ്ഞപ്പോൾ സമയം അനുവദിച്ചു. ഇല്ല ബുക്ക് ചെയ്തിട്ടില്ല. കാത്തിരിപ്പിനൊടുവിൽ പേര് വിളിച്ചപ്പോൾ ഞങ്ങൾ മുറിയിലെത്തി. അനുജന്റെ കുട്ടിയുടെ പിറന്നാൾ ദിവസം ഭാര്യയുടെ 5.5 പവന്റെ സ്വർണമാല കാണാതെ പോയെന്ന കളവാണ് ഞങ്ങൾ ബീവിയോട് പറഞ്ഞത്. അനിയന്റെ ഫൈസൽ എന്നുള്ള അനിയുണ്ട്, അവൻ വിദേശത്താണ്. അവന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. എന്റെ വൈഫിന്റെ ഒരു 5.5 കാണാതെയായി. നമുക്ക് വേണ്ട ഇന്നോ രണ്ടോ ഒരു ഭക്ഷണം വെക്കാനും ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ നമുക്ക് പരാതി കൊടുക്കാനും പറ്റാത്ത അവസ്ഥയായി. അപ്പൊ നമ്മള് അമ്മായിയുടെ മോളെ വീടുണ്ട് ഇവിടെ. അവരാണിപ്പോ. ഭാര്യയുടെ പേരാ റസീന. കേട്ടില്ല. അല്പസമയത്തെ ജപത്തിനു ശേഷം കളവ് പോയ മാല സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ബീവി കണ്ടെത്തി. ബീവി നടത്തുന്നത് ശുദ്ധ തട്ടിപ്പാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അവർ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ. ഇതില് കണക്ക് ഓതാൻ പറഞ്ഞത് ചിലപ്പം ഒരു 15 ദിവസം കൂടി കിട്ടിയെന്ന് വരും. കണക്ക് വരെ ഓതണം. ദിക്കർ 5 മാസം, സൂറത്ത് 40 ദിവസം, യാസി 3 മാസം. ചെറുപറാൻ കുട്ടിന്റെ കയ്യിലാണ് ഈ സാധനം ഉള്ളത്. അത് തിരിഞ്ഞു മറിഞ്ഞ് കിട്ടും. ഈ തട്ടാമ്പടിയിലൊന്നും കൊടുത്തിട്ടില്ല, വിറ്റിട്ടില്ല. ഒരാളെ പെട്ടിയിലുണ്ട്. അത് ചിലപ്പോ വീട്ടിനുള്ളിൽ വരും, ചിലപ്പോ ആള് മുഖേന തരും. അതിന് അവധി ഉണ്ട്. 3 മാസത്തിനുള്ളിലാണ് കിട്ടും. 3 മാസത്തിനുള്ളിൽ നിന്നാണ് ചിലപ്പോ ഒരാഴ്ചയോടെ കിട്ടിയെന്ന് തരും. 3 മാസം വരെ അവധി ഉണ്ട്. ഒരു നറുക്ക് തരത് കിട്ടിയ വളത്തിലിടാൻ. ഈ ഫൈസൽ എന്ന് പറയണത് അവൻ ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ ആദ്യത്തെ കുട്ടിയാ. 1.5 വർഷമായി പോയിട്ട്. ഇപ്പൊ അവനെന്താ സംഭവിച്ചെങ്കിൽ നാട്ടിലേക്ക് വിടണില്ല. അവന്റെ പാസ്പോർട്ട് വിസ ഇതൊക്കെ അവിടെ പിടിച്ചു വെച്ചേക്കാം. ആരെല്ലാം എന്തേലും എങ്ങനെ ബംഗാളി, ബംഗ്ലാദേശി ഒരു ശത്രുത. ഫൈസല് ആരാ ഫൈസല്? അനിയൻ. അനിയനെ മനസ്സിലാക്കി ഉമ്മാക്കൊരു തേങ്ങ ചെയ്യാൻ. എങ്ങനെ അനിയനെ മനസ്സിലാക്കി ഉമ്മാനൊരു തേങ്ങ ഇഞ്ഞി വെട്ടാണ്ട് തേങ്ങ വെട്ടേണ്ട രൂപ എഴുതിക്കാണ്. പൈസല് നെയ്യുണ്ട്, അത് ഉമ്മ ചെയ്യാം. ആള് ഗൾഫിലാക്കി എടുക്കുന്നുണ്ട്. ഒരു ബംഗാളിന്റെ സെറാണ്. അത് മാത്രമാക്കാൻ അതൊന്നും പ്രസവിച്ച ഉമ്മാനെ ഇഞ്ഞി വെട്ടാണ്. പൈസലിനുള്ള ബുദ്ധിമുട്ടൊക്കെ പൈസ അടുത്തെത്തും. പൈസല് 100% ശരിയായാല് മാർച്ച് 10-നുള്ളിലെത്തും. മാർച്ച് 10-നുള്ളിൽ ഇത് പൈസല് വന്നാൽ കയ്യിലിടാം. ഭാര്യയ്ക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന കള്ളം പറഞ്ഞാലും ഉടൻ തന്നെ കൊടക്കാട് ബീവി കാരണം കണ്ടെത്തി പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കും. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലേ, അവന്റെ വൈഫേ ഈ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഡിപ്രഷനും ഉറക്കല്ലായ്ക്കും വേളൊക്കെയാണ്. നരമ്പിന്റെ അസുഖം. സ്വപ്നം കാണാൻ നെറ്റിച്ചാട പേടി. ഓളെ പേരെന്താ? അവളെ പേര് റസിയ. മരുന്ന് എന്തെങ്കിലും കൊടുത്താ കുടിച്ചുവാ? കൊടുത്താ കൊടുക്കും. ഓക്ക് ചെറിയ ചെറിയ കാര്യത്തിന് ഭയങ്കര പേടി. റസിയാക്ക് അച്ഛല്ല, റലിയാന്നിരിക്കും.
റസീന കറുത്തുണ്ട്, റുസിയ കറുത്തല്ല. അപ്പോൾ ഇളച്ചിൻ്റെ റസിയ. വലിയ ദേഷ്യക്കാരിയാണ് ബീവി. അവരുടെ സംസാരം കേട്ടാൽ തോന്നുക നാട്ടുകാരെ നന്നാക്കാനാണ് ഈ കള്ളങ്ങളെല്ലാം തട്ടിവിടുന്നതെന്നാണ്. പറയുന്നത് അങ്ങോട്ട് കേൾക്കും. ഒന്ന് കഴിഞ്ഞ പോലെ ഒന്ന് പറയില്ലേ. ഞങ്ങൾ രാവിലെ 8 മണിക്ക് ഇരിക്കണേ, എണീച്ചിട്ടില്ല. 8 മണിക്ക് ഇരുന്നത് നീച്ചിട്ടില്ല. നിങ്ങൾ കരുതും അവിടെ ആളില്ലാണ്. കാരണം ഈ നേരം 1 മണിക്ക് വരാൻ പറഞ്ഞത് പോയത് 4 മണിക്കാണ്. അതിനൊക്കെ തിരക്കേനി. നിങ്ങളൊന്ന് പറഞ്ഞ് ഞാൻ വിട്ടേരുന്നു. പൈസ തന്നെ മനസ്സിൽ കയറ്റി ഉമ്മാനെ ഇങ്ങനെ തേങ്ങ വെട്ടാൻ. തേങ്ങ വെട്ടന്റെ സൂറത്ത് ഇതിൽ എഴുതുന്നുണ്ട്. പിന്നെ ഇതിൽ ഓതാണ്ട്. അത് ഉമ്മ ഓത. സൂറത്തിൽ അന്നാം ഓര വെള്ളിയാഴ്ച ഓര അന്നാം ഓത. ദിവസം 2 യാസീൻ 3 മാസം. ബീവി പറഞ്ഞ പരിഹാര മാർഗങ്ങൾ സഹായികൾ എഴുതി വിശദീകരിച്ചു തരും. ഇത് അനിയ വന്നാ ഒഴിവാക്കുക, ഉമ്മാന്റെ അടുത്ത് കൊടുക്കുക, അമ്മാനത്ത് കൊടുക്കുക. ഇത് നിങ്ങളെ ഭാര്യന്റെ അടുത്ത് കൊടുക്കുക. ഭാര്യ കിട്ടിയാലും ഒഴിവാക്കുക, പോയത് കിട്ടിയാലും. നല്ല നല്ല വെള്ളത്തിലിടുക. യാസീൻ ചൊല്ലലും തേങ്ങ വെട്ടിമുറിക്കലുമൊക്കെ മാത്രമാണ് ബീവിയുടെ പരിഹാരമാർഗങ്ങൾ എന്നു ധരിക്കരുത്. മെഡിക്കൽ സ്റ്റോറിന്റെ പേരച്ചടിച്ച കുറിപ്പടിയിൽ മരുന്നുകളും ബീവി എഴുതിത്തരും. ജിന്നു ദേഹത്ത് കയറുമ്പോഴാണ് സുലേഖ ബീവി ദിവ്യശക്തി ലഭിച്ച് പ്രവചനക്കാരിയും വൈദ്യരുമൊക്കെയാകുന്നത്. 22 കൊല്ലമായി ഞാൻ ഇവിടെ. 22 കൊല്ലം. നമ്മുടെ ശരീരത്തിലുള്ള രോഗം മുഴുവൻ പറയും. അത് ഒരു ജിന്നിൻ്റെ ഇതാണ്, കഴിവാണ്. എന്താ കയറിയിരുന്നു? ജിന്നിൻ്റെ ജിന്ന് നമ്മുടെ ശരീരത്തിലുള്ള ഇതെല്ലാം പറയും. അവർ അതിൻ്റെ ഉള്ളിലുണ്ടായാലേ ഉണ്ടാവുള്ളൂ. അതിന് പോയാൽ സാധാരണ മനുഷ്യന്മാരെ പോലെ. ആദ്യം കണ്ട ഖബർ നിർദോഷമായ വിശ്വാസ തീഷ്ണതയ്ക്ക് ഉദാഹരണമെങ്കിൽ സുലേഖ ബീവി നടത്തുന്നത് ബോധപൂർവമായ തട്ടിപ്പാണ്. അവകാശപ്പെടുന്നത് പോലെ ദിവ്യശക്തി ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ബീവിക്ക് ഞങ്ങൾ പറഞ്ഞ കളവുകൾ മനസ്സിലായില്ല? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഇവിടെ വിദ്യാഭ്യാസപരമായും മറ്റും പിന്നാക്കം നിൽക്കുന്ന നിരവധി പേരെയാണ് ഇവർ പണത്തിനു വേണ്ടി കബളിപ്പിക്കുന്നത്. നിയന്ത്രിക്കേണ്ടവർ പോലും തട്ടിപ്പിന് വളം വയ്ക്കുന്ന നാട്ടിൽ എന്നാണ് ഇത്തരക്കാർക്ക് അറുതിയുണ്ടാവുക?